നമ്മുടെ വണ്ടിയിൽ ഒടിഞ്ഞു പോയതാട്ടോ. ഇത് നോക്കി, ഇത് രണ്ട് പീസായി പോയി. നോക്കി ഇവിടെ അവന്മാരെ വണ്ടി എന്നാ പറ്റിയോ എന്താണെന്നൊന്നും ഒരു പിടിയില്ലാത്തൊരവസ്ഥയിലിരിക്കുമോ ഇപ്പം. അപ്പം ഇന്ന് ഞങ്ങൾ അവന്മാരെ തേടി വേണം അങ്ങോട്ട് പോകാൻ. നോക്കി ഫുള്ള് മഞ്ഞാ വീഴുന്നത്. ആർമിക്കാർ പറഞ്ഞു നിങ്ങൾ റൂട്ട് മാറി വന്നു, ഇത് ലാസ്റ്റാണ്, അത് കാണുന്നത് മൊത്തം ചൈനയാണ്, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി അവിടെ നിന്ന് വന്ന് നേരെ താമസിച്ച് ഇന്നലെ ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഈ റൂമിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ബിൽഡിംഗ് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ 4 പേര് ഇവിടെ താമസിച്ചു. ഇന്ന് നമ്മൾ നേരെ ഡേ പോവും. ഡേയിൽ വണ്ടിയുടെ ക്യാരിയർ വെള്ളടിക്കാറുണ്ട്. നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പോയി, അതൊക്കെ റെഡിയാക്കണം ഇന്ന്. എന്നിട്ട് നാളെ ഞങ്ങൾ രാവിലെ കടത്തുങ്കല കയറുന്നതായിരിക്കും. പോവാം, കയറിയോ? അപ്പം കയറ്. അപ്പോൾ നാളെ ഞങ്ങൾ രാവിലെ കടത്തുങ്കല കയറുന്നതായിരിക്കും. കടത്തുങ്കല വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് മോട്ടോർ പെട്രോള്. ആദ്യം അതായിരുന്നു ഫസ്റ്റ്, എല്ലാവരും അതാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല, മുമ്പിളിങ്ങിലായിരുന്നു. മുമ്പിളിങ്ങിൽ ഇതുവരെ ഓപ്പൺ അല്ല. ഞങ്ങൾക്ക് എന്തോ ലക്കിൽ ഞങ്ങൾ കയറിയെന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ. അപ്പോൾ നോക്കി രാവിലെ മഞ്ഞിറങ്ങുന്ന അവിടെ, രാവിലെ അവിടെ മഞ്ഞ് വീഴാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ചെറിയൊരു വെയിലുണ്ട്, ചൂടില്ലെന്നേ ഉള്ളൂ, പക്ഷേ വെയിലുണ്ട്. അപ്പം നമ്മളിന്ന് പോയിട്ട് ലേയിൽ ലാസ്റ്റ് നമ്മുടെ ഇടയ്ക്ക് റൂം എടുത്തായിരുന്നല്ലോ, അവിടെ പോയി ഇന്ന് റൂം എടുത്തിട്ട് ഇന്ന് ഫുള്ള് കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് നാളെ നമ്മളവിടെ നിന്ന് നേരെ കടത്തുങ്കല കയറി അവിടെ നിന്ന് ലാസ്റ്റ് വില്ലേജ്, ലാസ്റ്റ് പോസ്റ്റ് ഓഫീസ് അവിടെ ഇറങ്ങി റിട്ടേൺ നമ്മളിപ്പോൾ നിന്നില്ലേ ഈ പെട്രോൾ പമ്പ്, അതിൻ്റെ അപ്പുറത്ത് റോഡുണ്ട്, അവിടെ ഒന്ന് ഇറങ്ങും. എന്നിട്ട് അങ്ങനെ നമ്മുടെ ലഡാക്കിൻ്റെ എല്ലാം തീരുക, അതോടെ എല്ലാം തീരും. അത് കഴിഞ്ഞ് മണാലി ഓപ്പൺ ആണെങ്കിൽ മണാലി വഴി നമ്മൾ നേരെ നേപ്പാൾ പോവും. അങ്ങനത്തെ പ്ലാനിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ലേക്ക് 34 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. വണ്ടി രാവിലെ നല്ല സ്പീഡിൽ പോകുന്ന പോലെ ഉണ്ട്, പവർ. അപ്പം നല്ല പവറുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇവിടെ ഞങ്ങളൊരു മാഗി കഴിച്ചായിരുന്നു വരുന്ന വരപ്പേ, നല്ല ടേസ്റ്റായിരുന്നു. ഒരു ചമ്മന്തിയൊക്കെ വെച്ച് നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അവിടെ പോയി കാണാൻ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ. എന്നാടാ വിക്കി, വണ്ടിക്ക് പവർ കൂടിയ പോലെ ഉണ്ടോ? വണ്ടിക്ക് പവർ കൂടിയ പോലെ ഉണ്ട്, അതാണോ? ഗായ്സ്, അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് നേരെ നമ്മളെന്നും കഴിക്കുന്ന മാഗി ഷോപ്പിൽ വന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചായിരുന്നു. വേടാ, വണ്ടി രണ്ടും പാർക്ക് ചെയ്തു. मागी 2 मागी 4 मागी 4 मागी 4 सब्जी डाल के बनाओ या सालन? सूप में है। हाँ, सूप में तो बनाते मगर उसको 30 കാഴ്ച. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വണ്ടിക്ക് വെൽഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നോക്കിയേ, ഇത് ഇവിടെ വെൽഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ വെൽഡ് ചെയ്തിട്ട് ലേയിലോട്ട് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പം എന്തോ ഞങ്ങളൊരു ഭാഗ്യം. അപ്പോൾ വണ്ടി മൊത്തം ഇന്ന് അഴിക്കണം. വണ്ടി മൊത്തം അഴിച്ചിട്ട് നമുക്ക് കട്ടായത് ഇവിടെ കേട്ടോ. വണ്ടിയുടെ ഇതുണ്ടോ, ഇവിടെയും കട്ടായി. പിന്നെ ഇത് ഇതിൻ്റെ വേറെ എവിടെയായിരുന്നാ ഇതിൻ്റെ അപ്പുറത്തെ കമ്പിയും കട്ടായി. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കണം. റെഡിയാക്കിയിട്ട് വേണം നമുക്കിന്, അതിന് വെൽഡിങ് ആയിട്ടൊന്നുമില്ല. ഇതിൻ്റെ 2 ഒടിഞ്ഞു പോയി, അത് മാത്രം നമുക്കൊന്ന് റെഡിയാക്കണം. റെഡിയാക്കിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ വണ്ടിയിൽ ഒടിഞ്ഞു പോയത് കേട്ടോ. ഇത് നോക്കി, ഇത് 2 പീസായി പോയി. ഇതാ വെൽഡ് ചെയ്യണം. അപ്പോൾ വണ്ടി വെച്ച് വെൽഡ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മൊത്തം ഊരിയിട്ട് വേണം വെൽഡ് ചെയ്യാൻ. ഇത് മൊത്തം ഒടിഞ്ഞു കേട്ടോ. എനിക്ക് ഫുള്ളായിട്ട് ഒടിഞ്ഞു പോയി. പിന്നെ നമ്മുടെ ഇവിടെ വെച്ച് കട്ടായി. അത് എനിക്ക് ഇവിടെ ഇരുമ്പ് അങ്ങനെ ഫുള്ളായിട്ട് കട്ടായി പോയി. 2 പീസായി. പക്ഷേ ഒത്തിരി കട്ടായിട്ടില്ല, നമ്മൾ കട്ടായിട്ടുണ്ട്. വെൽഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് മൊത്തം ഇനി അഴിച്ച് നോക്കി, ഇനി വണ്ടി മൊത്തം അഴിക്കണം. അടിച്ച് അവിടെ കൊടുത്താലേ അവർ വെൽഡ് ചെയ്ത് തരത്തുള്ളൂ. അപ്പം ബാക്കി എങ്ങനെയാണ് നോക്കിയിട്ട് ഇനി കണ്ടിന്യൂ. ഇത് മൊത്തം പോയതാണ് വലിയൊരു കുഴപ്പമായിട്ടിരിക്കുന്നത്. ഇല്ലാതെ കുഴപ്പമില്ല, ഇത് മൊത്തം പോയി. എനിക്ക്
ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ കേട്ടോ, ഫുള്ള് കഴിഞ്ഞ് അവർ ഓൾറെഡി പുറപ്പെട്ടു. നമ്മളിനി നേരെ ഇറങ്ങണം. വണ്ടി ചരിഞ്ഞു പോയി. ഡേ പിടിച്ചിക്കോടോ. ആ തള്ളു. ഡേ ആ ഏറ് കയറി പോവാം. ഒന്നും വിടലില്ല സാധനം പൊരുളൊന്നും വിടലില്ലേ ഗായ്സ്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി എൻ്റെ വണ്ടിയുടെ സ്പീഡോമീറ്റർ ഉണ്ട്, വർക്ക് ആവുന്നില്ല. സ്പീഡോമീറ്റർ മാറണം. പിന്നെ റസാഖിന് വണ്ടിയുടെ പിക്കപ്പ് റെഡി ആവുന്നേയില്ല. കോയിലെല്ലാം മാറി നോക്കി, എന്നിട്ടും വണ്ടി ഒന്നും റെഡി ആവുന്നില്ല. ഒന്നും കൂടെ മാറി നോക്കിയിട്ട് നാളെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഇന്ന് ഡെയിലി റൂം എടുത്തിട്ട് അങ്ങനെ ഒരു സെറ്റിലാവണം. വണ്ടി നല്ല പവറായി കേട്ടോ, ഇങ്ങോട്ട് വന്നപ്പോൾ പറക്കുവാ വണ്ടി. ഇന്നലെയൊക്കെ ആ കയറ്റം കിടന്ന് വലിച്ച് വിട്ട പാടുണ്ടല്ലോ, ഇന്ന് നോക്കിയാൽ പറക്കുക. ഓക്സിജൻ ലെവൽ കിട്ടിയപ്പോഴേക്കും വണ്ടി സെറ്റായി. വണ്ടി നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം അവിടെ റൂമിൽ പോയിട്ട് ബാക്കി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആദ്യം ഒന്ന് ക്ലീൻ ആവണം. വീഡിയോ കോളൊക്കെ അമ്മ വിളിച്ചിട്ടാണെങ്കിൽ എന്നാ കോലമാണെന്ന് ചോദിക്കുക. അതുകൊണ്ട് ഇന്ന് പോയിട്ടൊന്ന് ഷേവൊക്കെ ചെയ്തൊന്ന് നീറ്റായിട്ട് വേണം നാളെ നമ്മൾ കറുത്തുങ്കള പാസ് കയറാൻ. ഓക്കെ ഗൈസ്, അപ്പം ബാക്കി അവിടെ പോയിട്ട് കണ്ടിന്യൂ ചെയ്യാം. സാധനം വണ്ടി റെഡിയാവാൻ തോന്നുന്നില്ല, നോക്കട്ടെ. അപ്പുറത്ത് പോയിട്ട് ഇന്ന് ഇപ്പോൾ റൂം എടുത്തിട്ട് വണ്ടി മൊത്തം അയച്ചിട്ട് ആദ്യത്തെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഇത്രയും ദിവസം ലൈല് വന്നിട്ട് ഇവിടെ കേട്ടോ എല്ലാം വലിയ വണ്ടികൾ പണിക്കുന്നു. കുറേ 390 ആണെങ്കിലും കുറേ വലിയ വണ്ടികൾ പണിക്കുന്നു. മൊത്തം ഇവിടെ കയറോ പോയിട്ട് കേട്ടോ. നമ്മൾക്ക് നേരെ പോകുന്ന റൂമിലോട്ട് അയക്കാം. റൂമിൽ പോയിട്ട് അവിടെ വെച്ച് വണ്ടി ഇങ്ങോട്ട് അയക്കാം. നമുക്ക് അതിന് കട്ടിങ് കൊണ്ടോടാവോ? കെട്ടാൻ മതി. ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ലേയിൽ വന്നു കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ലേയിലോട്ട് വന്നു. ഒരു 4-5 ദിവസമായല്ലേ, 5-6 ദിവസമായെന്ന് തോന്നുന്നു. വീണ്ടും നമ്മൾ ലേയിലോട്ട് വന്നു. നാളെ നമ്മളിവിടുന്ന് കറുത്തുങ്കള പാസ് കയറും. ഇപ്പോൾ പോകുന്നത് നമ്മൾ ആദ്യം വന്നിട്ട് റൂം എടുത്തില്ലേ, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ 4 പേർക്ക് ഒരു 1500 രൂപയ്ക്ക് റൂം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒത്തിരിയും കൂട്ടി പറയും. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. 4 പേർക്ക് നല്ല റൂം എല്ലാം കിട്ടും, അടിപൊളിയായിരിക്കും. അപ്പോൾ നേരെ എന്നാ വണ്ടി മിസ്സിങ് കാണിക്കുന്നത്? റിസർവാണ് വണ്ടി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഓർത്ത, പക്ഷേ എടുക്കണം. ഇനി വരുമ്പോൾ ഇപ്പോഴേക്കും ഒരു ഫോട്ടോ എടുക്കണം. ഇതിൻ്റെ മുന്നിൽ നല്ല രസമുണ്ടല്ലോ കാണാൻ. പിന്നെ മുന്നിൽ വേണം ഒരു ഫോട്ടോ എടുക്കാൻ. റൂം ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. വിക്കി നേരെ അല്ലടാ, എന്നടാ വൺ വേ ആടാ. അന്തോടി സുത്തി വരണമാ வராங்க.
വൺ വേ ആണോന്നും അറിയത്തില്ല, എന്നാലും പോവാം. വൺ വേ ആണോ? അല്ല, വൺ വേ ആണെങ്കിൽ ഇത് വരത്തില്ലല്ലോ. നോക്കാം. ഇവിടെ നിന്നാണോ കട്ടായേ? ഓക്കെ ഗൈസ്, അപ്പം ടോപ്പിൽ പോയിട്ട് റൂമിന് അങ്ങോട്ട് പോട്ടെ. റൂം എന്ത് ഇവിടെ നിന്നല്ലേ കട്ടാവുന്നേ? എന്നാടാ എടാ എങ്ങോട്ടായിരുന്നോ? നേരെ അല്ലടാ, ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണോ? ഇപ്പോൾ കൊണ്ട് ഇടിച്ചേനെ. അപ്പുറം വഴിയാ പോകണ്ടേന്ന് തോന്നുന്നു. എപ്പുറം വഴിയാ നോക്കി പോകണ്ടേ? എന്താ വിളി താനേ? നോ എൻട്രി പോട്ടിருக்கு இந்த வழியா? இல்லடா,